ഉദാഹരണത്തിൻ്റെ അടുത്ത ഒരു ടോപ്പിക്കാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ഇത് നിയമമാണ്. നമ്മൾ തണ്ണീർത്തട സംരക്ഷണം പഠിച്ചതിൻ്റെ ബാക്കി പോർഷനായിട്ട് വരുന്നതാണ് ഈ നിയമം. ഈ നിയമത്തിനകത്ത് ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ പ്രധാനമായിട്ട് പഠിക്കണം. നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ നിയമവും പിന്നെ വരുന്നത് അതോറിറ്റിയാണ്. കാരണം നമുക്ക് തണ്ണീർത്തട സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് അവർ വരുന്ന ടോപ്പിക്ക്, അത് PSC കൂടുതലായിട്ട് ചോദിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സംസ്ഥാനമാണ്. കേരള സംസ്ഥാനത്തെ ഫോക്കസ് ചെയ്താണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ആ ചോദ്യങ്ങൾ മിക്കവാറും ഈ ഒരു ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് ഏകദേശം കിട്ടും. ഓക്കെ, അപ്പോൾ 2008 നിയമമാണ്. അത് തന്നെ ഒരു ചോദ്യമായിരുന്നു. നിയമം രൂപീകരിച്ച വർഷം 2008. അത് ഓർമ്മിച്ച് വെച്ചോളാം. നിയമം രൂപീകരിച്ച വർഷം 2008 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ തണ്ണീർത്തടങ്ങളുടെ ടേംസ് പറയുന്നതിൽ ചില കാര്യങ്ങളിലൊരു വ്യത്യാസങ്ങളുണ്ടാവും, ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും. അത് അതുപോലെ തന്നെ പഠിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് കേരളത്തിലെ കാർഷിക മേഖലയിലെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും പാരിസ്ഥിതിക വ്യവസ്ഥ നിലനിർത്തുന്നതിനും നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനും അവയുടെ പരിവർത്തനവും നികത്തൽ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു നിയമം. അതായത് നിലവിലിപ്പോൾ നെൽവയലായിട്ടോ തണ്ണീർത്തടമായിട്ടോ ഒരു സ്ഥലം സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ അത് അതുപോലെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും, ഇനി അതല്ല അത് മറ്റൊരു തരത്തിൽ പരിവർത്തനപ്പെടുത്തണമെങ്കിൽ അതിനുവേണ്ടി ചില വ്യവസ്ഥകളും ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് നികത്താം, നെൽവയൽ നികത്താം, അല്ലെങ്കിൽ തണ്ണീർത്തടം നികത്താം. അത് നികത്തുന്നതിന് വേണ്ടിയിട്ട് ചില വ്യവസ്ഥകളും പറയുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ ആയിരിക്കണം, അതിനെപ്പറ്റി ചില ടേംസുകളാണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11 ഈ ഡേറ്റ് സഹിതം ചോദിച്ചതാണ്. സാധാരണ നിയമപ്രകാരം നിയമത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഡേറ്റ് ഓഗസ്റ്റ് 12 എന്നാണ് കേട്ടോ. പക്ഷേ PSC ചോദിച്ച ഉത്തരം, PSC ശരി ഉത്തരമായിട്ട് കണക്കാക്കുന്നത് 2008 ഓഗസ്റ്റ് 11 നിയമം നിലവിൽ വന്നതെന്ന് കണക്കാക്കുന്നു. ഓക്കെ അല്ലേ? 2008 ഓഗസ്റ്റ് 11 നിയമം നിലവിൽ വന്നു. കണക്ക് പ്രകാരം ഈ ഡേറ്റ് ഗവർണർ ഒപ്പുവെച്ച ഡേറ്റും 12 നിലവിൽ വന്നു എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ 2008 ഓഗസ്റ്റ് 11 നിലവിൽ വന്ന ഒരു നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008. 30 വകുപ്പുകളോടെയാണ് നിയമം രൂപീകരിച്ചത്. നിയമം രൂപീകരണ സമയത്ത് VS അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി. ചിലപ്പോൾ ചോദിക്കും, ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരണ സമയത്തെ മുഖ്യമന്ത്രി ആര്? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? VS അച്യുതാനന്ദനായിരുന്നു. അതുപോലെ കേരള വനിതാ കമ്മീഷൻ രൂപീകരിക്കുന്ന സമയത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? അത് AK ആന്റണിയാണ് ആ സമയത്തെ മുഖ്യമന്ത്രി. ഇത് വരുമ്പോൾ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകരണ സമയത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. ആക്ട് നമ്പർ, അടുത്ത പ്രധാനമായിട്ട് പഠിക്കേണ്ട പോയിന്റ്, ആക്ട് നമ്പർ എത്ര? ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 2008 28ാം നമ്പർ ആക്റ്റായിട്ട് നിലവിൽ വന്ന നിയമമാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. അതിങ്ങനെ വേണം പഠിക്കാൻ. നിങ്ങൾ 2008 എന്ന് എഴുതുക, ആ 2 0 അങ്ങ് വെട്ടിക്കളയുക, അപ്പോൾ എന്തായി? 28. ക്ലിയർ അല്ലേ? അപ്പോൾ 2008 28ാം നമ്പർ ആക്റ്റായിട്ട് നിലവിൽ വന്ന നിയമമാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. അപ്പോൾ 2 ചോദ്യങ്ങളായി. ഒന്ന് പ്രീവിയസ് ആക്ട് നമ്പർ 2008 28ാം നമ്പർ, നിലവിൽ വന്ന ഡേറ്റ് രണ്ടാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ 2008 ഓഗസ്റ്റ് 11. ഭേദഗതി ചെയ്ത വർഷം 2018 കേട്ടോ. 2008 നിയമം 10 വർഷങ്ങൾക്കിപ്പുറം 2018 ഭേദഗതി ചെയ്തു എന്നുകൂടി പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഡെഫിനിഷൻസ് ആണ്. ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി തണ്ണീർത്തടത്തിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. എങ്കിൽ കൂടി നിയമത്തിനകത്തെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിക്കണം. കാരണം ഈ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിൽ മാത്രമേ കേരളത്തിൽ ഈ നിയമം ആപ്ലിക്കബിൾ ആവുള്ളൂ. കാരണം ഇതൊക്കെ നെൽവയലും ഇതൊക്കെ തണ്ണീർത്തടവും നമ്മൾ എക്സ്ട്രാ എടുത്ത് പറയുകയാണ്. അപ്പോൾ പഠിക്കുക. 2:11-12 പറയുന്നത്. 2:12 എന്ന് പറയുന്ന ഭാഗത്താണ് പറയുന്നത്. സെക്ഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, കാര്യങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും, അതായത് വർഷത്തിൽ ഒരു തവണയെങ്കിലും എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം. ഇനി കൃഷി ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കൃഷി ചെയ്യുന്നതോ കൃഷിക്ക് അനുയോജ്യമായത്, അതായത് കൃഷി ചെയ്യുന്നില്ല പക്ഷേ കൃഷിക്ക് നിലവിൽ അനുയോജ്യമായതും എന്നാൽ തരിശിട്ടിരിക്കുന്നതുമായിട്ടുള്ളത്, അതായത് കൃഷി ചെയ്യുന്നില്ല, എല്ലാത്തരം നിലവും കൂടാതെ അതിൻ്റെ അനുബന്ധ നിർമ്മിതികളും. അനുബന്ധ നിർമ്മിതി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ചിറകൾ, ജലനിർഗമന ചാലുകൾ, കുളങ്ങൾ, കൈത്തോടുകൾ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ചതുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വ്യവസ്ഥകളുണ്ടല്ലോ, അത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളെയും നെൽവയൽ എന്നുള്ളതിൻ്റെ പരിധിയിൽ വരും. ഓക്കെ അല്ലേ? ഒന്നും കൂടെ അത് പഠിക്കുക. സംസ്ഥാനം സ്ഥിതി ചെയ്യുന്ന വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യുന്നത് നെൽപ്പാടങ്ങളാണ്. ഇനി അഥവാ നെൽകൃഷി ചെയ്യുന്നില്ല, അതായത് പണ്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നതായിരിക്കും, നിലവിൽ എന്ത് ചെയ്യുന്നില്ല? കൃഷി ചെയ്യാതെ തരിശിട്ടിരിക്കുകയാണ് എങ്കിലും അതിനെന്തായിട്ട് കണക്കാക്കും? നെൽപ്പാടമായിട്ട് കണക്കാക്കും. കൂടാതെ അതിനെ തുടർന്നുണ്ടാകുന്ന അനുബന്ധമായിട്ടുള്ള ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും എല്ലാം നെൽവയൽ എന്നുള്ളതിൻ്റെ പരിധിയിൽ വരും. നമ്മൾ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കുന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഒന്ന് നെൽവയൽ. ഓക്കെ ആണ്? ക്ലിയർ ആണ്? അപ്പോൾ ഇത് സംരക്ഷിക്കപ്പെടണമെന്ന് ഒരു വ്യവസ്ഥ.
രണ്ടാമത്തെ കാര്യം തണ്ണീർത്തടം. ഈ തണ്ണീർത്തടം എന്നാൽ എന്തെന്ന് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ തണ്ണീർത്തടം പല രീതിയിലാണ് ഡിഫൈൻ ചെയ്തത്. ഒന്ന്, നോർമലി നമ്മൾ തണ്ണീർത്തടം ഇന്ത്യയുടെ വ്യവസ്ഥ പ്രകാരമുള്ള തണ്ണീർത്തടങ്ങളുടെ ഡെഫിനിഷൻ പറഞ്ഞു. റംസാർ കൺവെൻഷൻ പ്രകാരം തണ്ണീർത്തടങ്ങളുടെ ഡെഫിനിഷൻ പറഞ്ഞു. അടുത്ത് വരുന്ന ഡെഫിനിഷൻ എന്താണ്? നിയമപ്രകാരം, അതായത് കേരള സംസ്ഥാന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം എന്താണ് തണ്ണീർത്തടം എന്ന് പഠിക്കാം. നോക്കുക, മണ്ണ് ജലപൂരിതമാക്കിക്കൊണ്ട് കരപ്രദേശത്തിനും ജലാശയത്തിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതും ജലനിരപ്പ് സാധാരണഗതിയിൽ ഉപരിതലം വരെയോ അതിനോടടുത്തോ ആയിരിക്കുകയോ ആഴം കുറഞ്ഞ ജലത്താൽ മൂടിക്കിടക്കുകയോ അഥവാ മന്ദഗതിയിൽ ചലിക്കുകയോ കെട്ടിക്കിടക്കുകയോ ചെയ്യുന്ന ജലത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് സവിശേഷമാകുകയോ ചെയ്യുന്ന സ്ഥലം. അതായത് ജലത്തിൻ്റെ അംശം അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതിപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ജലമാകണമെന്നില്ല, കെട്ടിക്കിടക്കുന്നു അല്ലെങ്കിൽ മന്ദഗതിയിൽ മൂവ് ചെയ്യുന്നു, അതായത് ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നതായിട്ടുള്ള, അതായത് വലിയ വെള്ളച്ചാട്ടമോ അല്ലെങ്കിൽ വലിയ ഒഴുക്കോ ഉള്ള നദികളൊന്നും അല്ല ഇതിനകത്ത് പറയുന്നത്. ചെറിയ രീതിയിലുള്ള മന്ദഗതിയിലുള്ള ഒഴുക്കോ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്നതോ ആയിട്ടുള്ള വെള്ളം ഉള്ള പ്രദേശങ്ങളെ എന്തെന്ന് വിളിക്കാം? തണ്ണീർത്തടം എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഈ ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇല്ലാത്തത് പഠിച്ചു വയ്ക്കണം. ഇതാണ് പ്രധാനം. അതാണ് അത് നോട്ടായിട്ട് തന്നെ എഴുതിയിട്ടിരിക്കുന്നത്. നെൽവയൽ, നദികൾ എന്നീ പറയുന്ന രണ്ട് സംവിധാനങ്ങൾ ഏതിനകത്ത് വരില്ല? തണ്ണീർത്തടത്തിൽ ഉൾപ്പെടില്ല. അതാണ് പോയിന്റ്. കാരണം ഈ നദി വരാത്തതിൻ്റെ കാരണം അതാണ് ഞാൻ പറഞ്ഞത്. നേരെയുള്ള ഒഴുക്ക്, അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള ഒഴുക്കിലേക്കുള്ള ഒരു സംവിധാനത്തെ തണ്ണീർത്തടമായിട്ട് ഇവിടെ പറയുന്നില്ല. ഇവിടെ പറയുന്ന മന്ദഗതിയിലുള്ള ഒഴുക്ക് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ജലവിധാനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? തണ്ണീർത്തടമായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ നദി ഇല്ല എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. ചിലപ്പോൾ നദി ഉണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? വരും. പക്ഷെ നദി ഇവിടെ എന്ത് ചെയ്യുന്നില്ല? പരിഗണിക്കുന്നില്ല. ഓക്കെ, ഒന്ന്. രണ്ടാമത്തത് നെൽവയൽ. പക്ഷെ നദി പരിഗണിക്കില്ല എന്ന് പറഞ്ഞാൽ നദിയോട് ചേർന്ന പ്രദേശം പരിഗണിക്കില്ല എന്നല്ല, നദിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം പരിഗണിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ടേം തന്നെ പറയുന്നത്. മണ്ണ് ജലപൂരിതമായിക്കൊണ്ട്, അതായത് മണ്ണിന് നനവുണ്ടാക്കിക്കൊണ്ട് കരപ്രദേശത്തിനും ജലാശയത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം. അപ്പോൾ ഒരു നദിയുണ്ട്, ആ നദിയുടെ ഇടയിലൊരു അല്ലെങ്കിൽ കരപ്രദേശത്തിന് ഇടയിലൊരു ചെറിയ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ജലവിധാനങ്ങൾ രൂപപ്പെടാം. അത് തണ്ണീർത്തടമാണ്. അതിനങ്ങനെ തന്നെ പരിഗണിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നദി ഇല്ല എന്ന് പഠിക്കുക. രണ്ട്, നെൽവയലില്ല. നെൽവയൽ ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? നെൽവയൽ നമ്മൾ ഓൾറെഡി മറ്റൊരു ഡെഫിനിഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ്? ഈ പറയുന്ന കൃഷി, വർഷത്തിൽ ഒരു തവണ കൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ കൃഷി ചെയ്യാതിട്ടിരിക്കുന്ന തരിശിട്ടായിട്ടുള്ള ഒരു ഭൂമി പ്രദേശമോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ചിറകളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാലുകളുമൊക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നെൽവയൽ എന്ന് വിളിക്കുക. അപ്പോൾ അത് രണ്ടുമല്ല, നദികളും നെൽവയലും അല്ലാതെയുള്ള ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഏതാ? കായൽ, അഴിമുഖം, ചേറ്റുപ്രദേശം, കടലോരക്കായൽ, കണ്ടൽക്കാടുകൾ, ചതുപ്പ് നിലങ്ങൾ, ചതുപ്പിലെ കാടുകൾ, ഇങ്ങനെ പറഞ്ഞു വരുന്ന ജലനിബിഡമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും എന്തെന്ന് വിളിക്കാം? തണ്ണീർത്തടങ്ങളെന്ന് വിളിക്കാം നിയമപ്രകാരം. ക്ലിയർ അല്ലേ? അപ്പോൾ ആ വ്യവസ്ഥകൾ കൃത്യമായിട്ട് ഓർമ്മിക്കുക. നമ്മൾ നെൽവയലിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് പറഞ്ഞു, അടുത്ത് പറഞ്ഞു തണ്ണീർത്തടം എന്താണെന്ന് പറഞ്ഞു. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നദികളും നെൽവയലും ഇല്ല എന്നുള്ള കാര്യവും പഠിക്കുക. മറ്റൊന്ന്, വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി. ഡെഫിനിഷൻ ധാരാളം ഉണ്ട്, നമ്മളെല്ലാം പറയുന്നില്ല. വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽവയലാണിത് അല്ലെങ്കിൽ തണ്ണീർത്തടമാണ് എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസിലെ രജിസ്റ്റർ പ്രകാരം, അതായത് നമ്മൾ ഈ കരമെടുക്കുന്നതോ അല്ലെങ്കിൽ കരമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ പ്രകാരം, വില്ലേജ് ഓഫീസിൽ സൂക്ഷിക്കുന്ന രജിസ്റ്റർ പ്രകാരം ഇത് ഏത് തരത്തിലുള്ള ഭൂമിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നെൽവയലെന്നോ തണ്ണീർത്തടമെന്നോ ആയിരിക്കും. എന്നാൽ നിയമപ്രകാരം ഇത് വിജ്ഞാപനം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ 2008 നിയമം നിലവിൽ വരുമ്പോൾ സാറ്റലൈറ്റ് വഴിയുള്ള ഭൂമി വിശകലനത്തിലൂടെ കണ്ടെത്തിയതാണ് ചില പ്രദേശങ്ങൾ തണ്ണീർത്തടമാണ്, ചില പ്രദേശങ്ങൾ നെൽവയലാണ്. അപ്പോൾ അതങ്ങനെ ആണ് ചില പ്രദേശങ്ങളെ നിയമപ്രകാരം വ്യവസ്ഥ ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ വ്യവസ്ഥ ചെയ്യാത്ത, അതായത് കാറ്റഗറൈസ് ചെയ്യപ്പെടാത്ത ചില സ്ഥലങ്ങളുണ്ട്, നിലവിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ ഇപ്പോഴും അവിടുത്തെ രജിസ്റ്റർ പ്രകാരം നെൽവയലെന്ന് തണ്ണീർത്തടമായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഇവ എന്തായിട്ടില്ല? നിയമപ്രകാരം നെൽവയലെന്നോ തണ്ണീർത്തടമെന്നോ പരാമർശിച്ചിട്ടില്ല. അങ്ങനെയുള്ള സംവിധാനങ്ങളെ പറയുന്ന പേരാണ് വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി. അതായത് ഇവിടെ നമുക്ക് കുറച്ച് ലിബറലായിട്ട് കാര്യങ്ങൾ വരും. അത് നെൽവയലായിരിക്കും, പക്ഷേ അവിടെ വിജ്ഞാപനം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ നമുക്ക് കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കാം. അതിന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ സാഹചര്യങ്ങൾ അനുവദിക്കാം, അല്ലെങ്കിൽ എത്ര അളവിൽ അനുവദിക്കാനുള്ള അധികാരം ആർക്കാണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേതാണ്? നിയമപ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തതാണ് കേട്ടോ. നിയമത്തിനകത്ത് പറയാം തണ്ണീർത്തടമെന്നോ അല്ലെങ്കിൽ നെൽവയലെന്നോ പരാമർശമില്ലാത്ത വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി. പക്ഷേ അത് നെൽവയലോ തണ്ണീർത്തടമോ ആയിരിക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മറ്റൊന്ന്, അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ആയിട്ട് പഠിക്കേണ്ടത്. ഇനി വരുന്ന പ്രധാന കാര്യം സമിതികളാണ്. സമിതികളെന്ന് പറഞ്ഞാൽ ഈ നെൽവയൽ തണ്ണീർത്തടം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകൃതമായിട്ടുള്ള സമിതികൾ ഏതൊക്കെയെന്ന് പഠിക്കണം. ഒന്ന് LLMC, അതായത് ലോക്കൽ ലെവൽ മോണിറ്ററിംഗ്
സെൽ അല്ലെങ്കിൽ കമ്മിറ്റി എന്ന് പറയാം, പ്രാദേശിക നിരീക്ഷണ സമിതി. അത് 3 തരത്തിലാണ് നമ്മൾ പറയുക. ഒന്ന് പ്രാദേശികം, മറ്റൊന്ന് ജില്ലാ സമിതി, അടുത്തത് സംസ്ഥാന സമിതി. ഇങ്ങനെ 3 തലത്തിലാണ് നമ്മൾ സമിതി പറയുക. അതിലൊന്ന് പ്രാദേശിക സമിതിയാണ്. പ്രാദേശിക സമിതി എന്ന് പറയുമ്പോൾ നിയമത്തിലെ സെക്ഷൻ 5 പ്രകാരം സ്ഥാപിതമായി. ഓക്കെ, അപ്പോൾ പ്രാദേശിക സമിതി സ്ഥാപിതമായത് നിയമത്തിലെ സെക്ഷൻ 5 പ്രകാരമാണ് സ്ഥാപിതമായത്. പഠിക്കുക. 1, പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പ്രദേശങ്ങൾ. അതായത് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന ലോക്കൽ ലെവൽ പ്രദേശങ്ങളിലാണ് ഈ പ്രാദേശിക നിരീക്ഷണ സമിതി പ്രവർത്തനം നടത്തുന്നത്. ആ പ്രവർത്തനം നടത്തുന്ന സമിതിയുടെ ഘടന പഠിക്കുക. അതിൻ്റെ ചെയർപേഴ്സണായിട്ട് പ്രവർത്തിക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ പ്രസിഡന്റോ അല്ലെങ്കിൽ ചെയർമാനോ മേയർ പദവിയിലുള്ള ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന പദവികൾ വഹിക്കുന്നത്. അപ്പോൾ ചെയർമാൻ ആരായിരിക്കണം? പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ അല്ലെങ്കിൽ മേയർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ 3 പദവിയിലിരിക്കുന്ന ആരെങ്കിലും ഒരാൾ. രണ്ടാമത്തെ ആള് ഇതിൻ്റെ കൺവീനറാണ്. കൺവീനർ ആരാണ്? കൃഷി ഓഫീസറാണ്. ആ പറയുന്ന പഞ്ചായത്ത് പ്രദേശത്തിൽ വരുന്ന അല്ലെങ്കിൽ മുനിസിപ്പൽ പ്രദേശത്തിൽ വരുന്ന ഒരു കൃഷി ഓഫീസറോ ഇല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ അങ്ങനെ എത്രയാണോ ആളുകൾ, ആ ആളുകളുടെ എണ്ണം വരുന്ന കൃഷി ഓഫീസർമാർ അതിൽ കൺവീനർ ആയിരിക്കും. ഈ കൺവീനറെയും അതുപോലെ തന്നെ ഈ ചെയർപേഴ്സൺ ആരാണെന്നുള്ളതും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അടുത്ത വില്ലേജ് ഓഫീസർ ഇതിൽ അംഗമാണ്. 3 പേർ നെൽ കർഷകരായിരിക്കണം എന്നുള്ള കാര്യങ്ങളും കൂടി വ്യവസ്ഥ ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ 6 പേരെയാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ചെയർപേഴ്സൺ ആണ്. ആ ചെയർപേഴ്സൺ ആരായിരിക്കണം? പ്രസിഡന്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ചെയർമാനോ മേയറോ ആയിരിക്കണം. അത് കഴിഞ്ഞാൽ കൺവീനറെ പറ്റി പറയുന്നു. കൺവീനർ കൃഷി ഓഫീസർ ആയിരിക്കണം. പിന്നെ വരുന്ന 3ാമത്തെ ആൾ വില്ലേജ് ഓഫീസർ ആയിരിക്കണം അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർമാർ. പിന്നെ വരുന്ന 3 പേര് നെല്ല് കർഷകരായിരിക്കണം. അതായത് നെൽകർഷകരുടെ സംഘത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായിട്ട് 3 പേർ. കോറം 3 ആണ്. ഈ കമ്മിറ്റിയുടെ കോറം 3 പേരാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് പ്രധാനമാണ്. LLMC കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. സെക്ഷൻ 5 പ്രകാരം സ്ഥാപിതമായി. അതായത് ഏറ്റവും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലാണ് ഈ പറയുന്ന LLMC പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണല്ലോ? രണ്ടാമത്തത് ജില്ലാ സമിതി. ജില്ലാ സമിതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്റ്റെൻഡഡ് വേർഷനാണ് ജില്ലാ സമിതി. അതായത് ഇവിടെ എടുക്കുന്ന ഒരു തീരുമാനം മോണിറ്റർ ചെയ്യപ്പെടുന്ന അടുത്ത സ്ഥലമാണ് ജില്ലാ സമിതി. അപ്പോൾ അവിടെ നികത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു അനുമതി കൊടുത്താൽ അവർ നേരെ എങ്ങോട്ട് വിടും? ജില്ലാ സമിതിക്ക് വിടും. ജില്ലാ സമിതിയാണ് അടുത്ത തീരുമാനം എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നോക്കിയേ? ഇവിടെ സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. പ്രധാനമാണ്. ഇവിടെ സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. അവിടെയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരുന്നു ആ സമിതിയുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചത്. ഇവിടെയാണെങ്കിൽ ജില്ലാ സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. സെക്ഷൻ 9. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ എത്രയാണ് സെക്ഷൻ പറഞ്ഞത്? സെക്ഷൻ 5 ആണ് പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ സെക്ഷൻ 9 ആവുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ 9 പ്രകാരം രൂപീകൃതമായി ജില്ലാ സമിതി. ആരാണ് നേതൃത്വം? ജില്ലാ കളക്ടർ. ഘടന പറയുമ്പോൾ ഇതിൻ്റെ ചെയർപേഴ്സൺ RDO പ്രധാനമാണ്. ഏറ്റവും പ്രധാനമാണ് ഇതിൻ്റെ ചെയർപേഴ്സൺ RDO. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു നെൽവയലുണ്ട്. ആ നെൽവയൽ നമുക്ക് നികത്തണം. നെൽവയൽ ഇപ്പോൾ ഇതൊരു 5 ഏക്കറാണെന്ന് വിചാരിക്കുക. ഈ 5 ഏക്കറുള്ള നെൽവയൽ 5 ഏക്കർ നമുക്ക് നികത്താൻ പറ്റില്ല. നമുക്ക് വേറെ ഒരു ഭൂമി ഇല്ലെങ്കിൽ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി കുറച്ച് ഭാഗം മാത്രം എന്ത് ചെയ്യാം? നികത്താൻ വേണ്ടി അനുമതി നൽകും. ഈ അനുമതി നൽകണമെങ്കിൽ തന്നെ ആര് വിചാരിക്കണം? RDO വിചാരിക്കണം. അതായത് പ്രാദേശിക സമിതിക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കും. അവരിത് പരിശോധിക്കും. ഇത് ചെയ്യുന്നതിൽ തെറ്റില്ല അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് ശരിയാണെന്ന് അംഗീകരിച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. ജില്ലാതല സമിതിക്ക് ഫോർവേഡ് ചെയ്യും. ജില്ലാതല സമിതി ഇത് ആലോചിച്ചിട്ട് RDO ആണ് അതിലൊരു തീരുമാനം എടുക്കുക. ഓക്കെ, അപ്പോൾ ജില്ലാതല സമിതിയുടെ ചെയർമാൻ ആരാണ്? റവന്യൂ ഡിവിഷണൽ ഓഫീസറാണ് അല്ലെങ്കിൽ RDO എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ ആൾ കൺവീനർ ആരാണെന്ന് പഠിക്കുക. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. അതായത് ഈ പറയുന്ന ജില്ലാതലത്തിലെ കൃഷിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന പദവിയാണ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ജില്ലാതലത്തിൽ അത്തരത്തിലുള്ള ഒരു പദവിയിലിരിക്കുന്ന ആൾ എന്തായിട്ട് പ്രവർത്തിക്കുന്നു? കൺവീനറായിട്ടും പ്രവർത്തിക്കുന്നു. മറ്റ് 3 പേരെ കളക്ടർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 നെല്ല് വിഭാഗം കൃഷി ചെയ്യുന്ന കർഷകർ ഇതിനകത്ത് അംഗമായിരിക്കും. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നോക്കുക. അപ്പോൾ ജില്ലാതല സമിതി സെക്ഷൻ 9 ആണ്. ആരാണ് രൂപീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ജില്ലാ കളക്ടറാണ് ഈ സമിതി രൂപീകരിക്കുന്നത്. അതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് ആരാണ്? റവന്യൂ ഡിവിഷണൽ ഓഫീസർ അഥവാ RDO ആണ് അതിൻ്റെ ചെയർപേഴ്സണായി വരുന്നത്. അതിൻ്റെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആരാണ്? അതിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു. മറ്റ് 3 പേരെ നെല്ല് കർഷകരായിട്ടുള്ള 3 പേരെ ഈ പറയുന്ന ജില്ലാ കളക്ടർ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഈ പറയുന്ന അപേക്ഷ, അതായത് ഇവിടെ നിന്ന് നമ്മൾ ഈ പറയുന്ന പ്രാദേശിക സമിതി അംഗീകരിക്കുന്ന നിർദ്ദേശം ഇവിടെ അപേക്ഷയായിട്ട് വരും, ജില്ലാ സമിതിയിലേക്ക് വരും. ആ അപേക്ഷ 1 മാസത്തിനകം തീർപ്പാക്കണം. 1 മാസമാണ് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. 30 ദിവസത്തിനകം അപ്പീൽ നൽകാൻ വേണ്ടി പറ്റും. ആർക്ക്? കളക്ടർക്ക്. അതായത് ഇവരിപ്പോൾ നികത്തണ്ട എന്നൊരു തീരുമാനം പറയണം. RDO ഡിസിഷൻ പറയുന്നു, അങ്ങനെ ഒരു നടപടി ചെയ്യാൻ പറ്റില്ല എന്നൊരു ഡിസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവോ നെഗറ്റീവോ 2 രീതിയിലാവാം.
ഏതായാലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള അപ്പീൽ അധികാരി ആരാണ്? കളക്ടറാണ്. കാരണം കളക്ടറാണ് ഈ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. അയാളിലേക്ക് അപ്പീലിന് പോകാം. എത്ര ദിവസം? 30 ദിവസത്തിനുള്ളിൽ അപ്പീലിന് പോകാം. എല്ലാം ഒരു മാസം 30 ദിവസം തന്നെയാണ് കേട്ടോ. അതായത് അപേക്ഷ തീർപ്പാക്കുന്നത് 30 ദിവസം, ഒരു മാസം. അപ്പീൽ നൽകാൻ കഴിയുന്ന സമയപരിധി 1 മാസം. അപ്പീൽ കളക്ടർ തീർപ്പാക്കുന്നതും 1 മാസം. എല്ലാം 1 മാസം എന്നുള്ളതാണ് കണക്ക് കേട്ടോ അവിടെ. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകുന്നത് എവിടെയാണ്? സംസ്ഥാന സമിതി. അപ്പോൾ 2 എണ്ണം കഴിഞ്ഞു. പ്രാദേശിക സമിതിയും കഴിഞ്ഞു, ജില്ലാ സമിതിയും കഴിഞ്ഞു. ഇനി വരുന്നത് സംസ്ഥാന സമിതി. സംസ്ഥാന സമിതിയുടെ രൂപീകരണം പറയുന്നത് സെക്ഷൻ 8-ലാണ് പറയുന്നത്. അപ്പോൾ രൂപീകരണം നടത്തുന്നത് ആര്? അവിടെ ജില്ലാ കളക്ടർ, അതിന് മുന്നേ ആണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, ഇവിടെ വരുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്. പ്രധാനമാണ് ഇതെല്ലാം. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന സമിതി രൂപീകരിക്കുന്നത്. സംസ്ഥാന സമിതിയുടെ കൺവീനർ കാർഷികോൽപാദന കൺവീനർ അല്ല, ചെയർമാനാണ് കേട്ടോ. സംസ്ഥാന സമിതിയുടെ ചെയർമാൻ ചെയർമാൻ എന്ന് പറയുന്ന പദവിയില്ല, കൺവീനർ എന്ന് പറയുന്ന പദവി മാത്രമേ ഇതിനകത്തുള്ളൂ. ഒരു പോയിന്റ് മാത്രം ഓർമ്മിച്ചാൽ മതി. കൺവീനർ എന്ന് പറയുന്നത് കാർഷികോൽപാദന കമ്മീഷണർ ആയിരിക്കും. അതായത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണറാണ് ഇതിൻ്റെ കൺവീനർ പദവി വഹിക്കുന്നത്. ഏത്? സംസ്ഥാനതല സമിതിയുടെ രൂപീകരണമാണ് നമ്മൾ സെക്ഷൻ 8 പറയുന്നത്. അതിലേക്ക് വരുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ആണ് അത് രൂപീകരിക്കുന്നത്. കൂടെ ഇതും കൂടെ പഠിക്കുക. അതിൻ്റെ കൺവീനർ എന്ന് പറയുന്ന പദവി വഹിക്കുന്നത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷനാണ് അതിൻ്റെ പദവി വഹിക്കുന്നത്. അതായത് കാർഷികോൽപാദന കമ്മീഷണറാണ് കൺവീനർ എന്ന് പറയുന്ന പദവി വഹിക്കുന്നത്. മറ്റൊന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ അംഗമാണ്. പരിസ്ഥിതി മേഖലയിലെ വിദഗ്ധൻ അംഗമായിരിക്കും. നെല്ലുൽപാദന മേഖലയിലെ ശാസ്ത്രജ്ഞൻ അംഗമായിരിക്കും. ഈ 4 പേരാണ് സംസ്ഥാന തല സമിതിയിലേക്ക് വരുന്നത്. ആരൊക്കെയാണ്? ഒന്ന് കാർഷികോൽപാദന കമ്മീഷണർ അഥവാ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷൻ, അയാളാണ് ഇതിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ ആൾ ലാൻഡ് റവന്യൂ കമ്മീഷണറാണ്. മൂന്നാമത്തെ ആൾ പരിസ്ഥിതി മേഖലയിലെ വിദഗ്ധനാണ്. നാലാമത്തെ ആൾ നെല്ലുൽപാദന മേഖലയിലെ ഒരു ശാസ്ത്രജ്ഞനായിരിക്കും. ക്ലിയർ അല്ലേ? ഈ 4 വിഭാഗത്തിലുള്ള ആളുകൾ സംസ്ഥാന സമിതിയിലും അംഗമായിരിക്കും. ഇതിലെ വ്യവസ്ഥകൾ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന നിയമപ്രകാരം കുറേ വ്യവസ്ഥകൾ പറയുന്നുണ്ട്. ആ വ്യവസ്ഥകൾ ഏതെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ ശിക്ഷ പറയുന്നുണ്ട്. ശിക്ഷ 6 മാസത്തിൽ കുറയാത്ത തടവും 3 വർഷം വരെ ആകാം. 50,000 രൂപയിൽ കുറയാത്ത പിഴ 1,00,000 രൂപ വരെയാകാം. അതായത് നികത്താൻ പാടില്ല, ഈ നെൽവയൽ അല്ലെങ്കിൽ തണ്ണീർത്തടം നികത്താൻ പാടില്ല, അല്ലെങ്കിൽ മണ്ണ് കോരാൻ പാടില്ല, മണ്ണ് നീക്കം ചെയ്യാൻ പാടില്ല, കുഴിക്കാൻ പാടില്ല, ഇങ്ങനെ പറഞ്ഞ് മണ്ണിടിക്കാൻ പാടില്ല. നിരവധി ടേംസ് നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെടുകയാണെങ്കിൽ ശിക്ഷയുണ്ട്. ശിക്ഷ 6 മാസത്തിൽ കുറയാത്ത തടവും 3 വർഷം വരെ ആകാവുന്നതുമായ തടവ്. അതുപോലെ പിഴ ശിക്ഷ പറയുന്നുണ്ട്. 50,000-ൽ കുറയാത്തതും 1,00,000 രൂപ വരെ ആകാവുന്നതുമായ പിഴ ശിക്ഷയും ലഭിക്കും. അത് നിയമപ്രകാരമുള്ള വ്യവസ്ഥ ലംഘിച്ചാലുള്ള ശിക്ഷയാണ്. ഇനി ഇതിലെ പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണ്? ഇതിനകത്ത് പ്രധാന പോയിന്റുകളെന്ന് ഒന്ന് മനസ്സിലാക്കുക. കാരണം എക്സെപ്ഷൻ വരുന്നതാണ്. നമ്മൾ ഈ തണ്ണീർത്തടവും നെൽവയലും സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ ചില എക്സെപ്ഷൻ വരുന്നുണ്ട്. എക്സെപ്ഷനിൽ ഒന്നാമത്തെ കാര്യം, തണ്ണീർത്തടത്തിൻ്റെ പാരിസ്ഥിതിക ഘടന നിലനിർത്താൻ എക്കലും ചെളിയും നീക്കം ചെയ്യാം. ഇത് പ്രധാനമാണ്. നമ്മൾ ഈ മണൽ വാരൽ നിരോധിക്കുന്നു എന്നതിനകത്തൊരു ടേമുണ്ട്. ഈ പറയുന്ന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം മണൽ വാരൽ നിരോധിച്ചിട്ടുണ്ട്. അതാണ് 2008 ശേഷം ഒന്നും ഈ നദികളിൽ നിന്ന് മണൽ വാരുന്നതിന് നമ്മൾ സാഹചര്യം ഒരുക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാം, പ്രളയം വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പമ്പാ നദിയിൽ നിന്ന് മണൽ വാരൽ ശക്തമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത ബജറ്റ് പ്രഖ്യാപനത്തിൽ മണൽ വാരൽ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് അവിടെ ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മണൽ വാരി ആ പറയുന്ന പാരിസ്ഥിതിക ചൂഷണം നടത്തുക എന്നുള്ളതല്ല അവിടെ ലക്ഷ്യം. എന്തിനു വേണ്ടിയിട്ടാണ്? പാരിസ്ഥിതിക ഘടന സുരക്ഷിതമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട്. അതായത് ആഴം കൂട്ടിക്കഴിഞ്ഞാൽ വെള്ളം എന്ത് ചെയ്യുള്ളൂ? സുഖമായിട്ട് ഒഴുകി പോകാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടാകുമെന്നുള്ള കണക്കിലെടുത്ത് എക്കലും ചെളിയും നീക്കം ചെയ്യാമെന്നാണ് വാക്ക്. അത് മണൽ അതിൻ്റെ കൂടെ വരുന്ന പോയിന്റാണ്. പക്ഷേ അവിടെ മണലെന്നൊരു ടേം എടുത്ത് പറയുന്നില്ല. എക്കലും ചെളിയും, അതാണ് ഈ പറയുന്ന സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എക്കലും ചെളിയും നീക്കം ചെയ്യാമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. അത് ഈ പറയുന്ന നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. മറ്റൊന്ന്, വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഏതാണെന്ന് നമുക്കറിയാൻ വയ്യ. അങ്ങനെ ഇരിക്കുന്ന ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണമെങ്കിൽ താൽക്കാലികമായിട്ട് നടത്താം. അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകേണ്ടത് LSTD സെക്രട്ടറിമാരാണ്. അതായത് പഞ്ചായത്ത് തലത്തിലുള്ള അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തിലുള്ള സെക്രട്ടറി പദവിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതായത് പഞ്ചായത്തിൻ്റെ ഭരണനിർവഹണത്തിൽ ഉന്നത പദവിയിലിരിക്കുന്ന ആൾ, അയാൾ എന്ത് ചെയ്യണം? അനുമതി കൊടുക്കണം. അത് ചില വ്യവസ്ഥകൾ വെച്ചിട്ടാണ് ഇവർ അനുമതി കൊടുക്കുക. അങ്ങനെ അനുമതി കൊടുത്താലേ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറ്റൂ? നിർമ്മാണ പ്രവർത്തനം പറ്റത്തുള്ളൂ. അപ്പോൾ ഈ തണ്ണീർത്തടങ്ങളിലോ അല്ലെങ്കിൽ നെൽവയലുകളിലോ ഈ പറയുന്ന ഒരു നിർമ്മാണ പ്രവൃത്തി അനുവദിക്കില്ല. പക്ഷേ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയാണെങ്കിൽ LSTD സെക്രട്ടറിയുടെ അനുമതിയോടുകൂടി എന്ത് ചെയ്യാം? ചില പെർമിറ്റുകൾ നിർമ്മാണത്തിനായി അനുവദിക്കാവുന്നതാണ്. ഇനി വേറെ വ്യവസ്ഥ, ഈ നെൽവയൽ എപ്പോൾ നികത്താം എന്നുള്ളതാണ് പറയുന്നത്. അതിപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നെൽവയൽ മാത്രമേ ഉള്ളൂ. കാരണം 2008 വരെ ഈ നെൽവയൽ കൈവശം വെച്ചിരുന്നത് നികത്താം, അതിനൊന്നും വേറെ വ്യവസ്ഥകളില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ നെൽവയൽ കൈവശം വരുന്ന വ്യക്തിക്ക്
വേറെ വീട് വയ്ക്കാൻ മറ്റ് സ്ഥലങ്ങളൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് ഒരു പ്രദേശം, അതായത് ഗ്രാമപ്രദേശത്തിലാണെങ്കിൽ 4.046 വരെ എന്ത് ചെയ്യാം, നികത്താം പരമാവധി. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. 6 എന്ന് പറയുന്നത് ഏകദേശം ഒരു 2.4 സെൻറ്റ് വരും കേട്ടോ, 2.5 സെൻറ്റ് അടുപ്പിച്ച് ഏകദേശം വരുന്നതാണ്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ 4.046 വരെ എന്ത് ചെയ്യാൻ പറ്റും, നികത്താൻ വേണ്ടി കഴിയും. അതുപോലെ നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 2.026 വരെ എന്ത് ചെയ്യാം, നികത്താം. ഓക്കെ അല്ലേ? അത് ഏകദേശം 2.48 മറ്റോ ആണ് അതിൻ്റെ സെൻറ്റ് കണക്ക് വരുന്നത് കേട്ടോ. 2.48 എന്ന് പറഞ്ഞു വരും. അത്തരത്തിലുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നികത്തൽ നടപടി വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, വീട് നിർമ്മാണത്തിനായി നികത്താം. ഇതിൽ തീരുമാനം ജില്ലാതല സമിതിക്ക് തീരുമാനിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ തീരുമാനം ആരെടുക്കും, RDO ആണ് എടുക്കുന്നത്. ജില്ലാതല സമിതി എന്ന് പറയുമ്പോൾ RDO ആണ് അതിൽ തീരുമാനം എടുക്കുന്നത്. ഇനി ഇയാൾ അനുവാദം നൽകിയില്ലെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പുതിയ സമിതിയിലേക്ക് ഒരു തീരുമാനത്തിനായിട്ട് വിടുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നതോ ചെയ്യുന്നതാണ്. അടുത്ത് നോക്കാനുള്ളത് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയാണ്. അതോറിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതിൻ്റെ ഘടന പ്രധാനമായിട്ട് പഠിച്ചു വയ്ക്കണം, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ നോക്കുക, അതോറിറ്റി രൂപീകരിക്കാൻ കാരണമായ നിയമം എന്ന് പറയുന്നത് തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും നിയമം 2010 ആണ് കേട്ടോ. അത് പഠിച്ചു വയ്ക്കണം. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി രൂപീകരിക്കാൻ കാരണമായ നിയമം 2010 തണ്ണീർത്തട സംരക്ഷണ പരിപാലന നിയമം 2010 പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ നിയമത്തിലെ സെക്ഷൻ 5 പ്രകാരം സ്ഥാപിതം 5-ലാണ് ഏത് രൂപീകരിക്കണമെന്ന് പറയുന്നത്, സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു നിയമപരമായിട്ടുള്ള സ്ഥാപനമാണ്, സ്റ്റാറ്റ്യൂട്ടറി ആണ്, കാരണം നിയമം മൂലമാണല്ലോ സ്ഥാപിതമായത്. ഓക്കെ, അപ്പോൾ നിയമം വന്നു, നിയമ സെക്ഷൻ 5 പ്രകാരം സ്ഥാപിതമായി എന്ന് നമ്മൾ പറയുന്നു. 2015 മെയ് 25-നാണ് ഈ അതോറിറ്റി സ്ഥാപിതമാകുന്നത്. ആദ്യം സ്ഥാപിതമായതാണ് പറയുന്നത് 2015 മെയ് 25. എങ്ങനെയാണ്? 2010 തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും നിയമം വരുന്നു. നിയമത്തിനകത്ത് സെക്ഷൻ 5-ൽ സംസ്ഥാന അതോറിറ്റി രൂപീകരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. ഇത് പ്രകാരം 2015 മെയ് 25. എങ്ങനെയാണ്? 2015 മെയ് 25-ന് സെക്ഷൻ 5 പ്രകാരം ഏത് സ്ഥാപിതമായി? കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി സ്ഥാപിതമായി. ഓക്കെ, മറ്റൊന്ന് തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഇതൊരു സ്വയംഭരണ അതോറിറ്റിയായി മാറി. അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു നിയമസ്ഥാപനം, അതായത് സ്റ്റാറ്റ്യൂട്ടറി ആയിരുന്നു. രൂപീകരിക്കുമ്പോൾ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഏത്? 2015 മെയ് 25-ന് വരുമ്പോൾ. പിന്നീട് ഇത് 2016 ഫെബ്രുവരി 17, അതായത് ഒരു വർഷം കഴിയുമ്പോൾ 2016 ഫെബ്രുവരി 17-ലേക്ക് എത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തിരുവിതാംകൂർ കൊച്ചി കമ്പനീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം എന്തായി? ഇതൊരു സ്വയംഭരണ അതോറിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. അതായത് സ്വന്തമായിട്ട് അധികാരമുള്ള ഒരു സെൽഫ് അധികാരങ്ങളുള്ള ഒരു സ്ഥാപനമായിട്ട് എന്ത് ചെയ്തു? ഇത് മാറി. ഓക്കെ അല്ലേ? അപ്പോൾ സ്വയംഭരണ അവകാശം ഉണ്ടെന്നുള്ള ടേം ഓർമ്മിച്ച് വെച്ചോളണം. സ്വയംഭരണ സ്ഥാപനമാണ്, നിയമപരമായ സ്ഥാപനവും ആണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം പുതിയ നിയമം നിലവിൽ വന്ന വർഷം 2017. അപ്പോൾ 2010-ലെ നിയമം മാറി പുതിയ നിയമം വരുന്നു. തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും നിയമം 2017. അതാണ് അതിലൊരു മാറ്റം. അപ്പോൾ 2010-ൽ നമ്മൾ ഓൾറെഡി ഒരു നിയമം പറഞ്ഞു. ആ നിയമം സെക്ഷൻ 5 പ്രകാരം 2015 മെയ് 25-ന് ഏത് വരുന്നു? തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി വരുന്നു. ആ അതോറിറ്റി 2016 ഫെബ്രുവരി 17 ആകുമ്പോൾ പ്രത്യേക നിയമപ്രകാരം എന്തായിട്ട് മാറി? സ്വയംഭരണ അതോറിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് 2017 നിയമത്തിൽ ഭേദഗതി വരുന്നു. അപ്പോൾ പുതിയ നിയമം വരുന്നു, തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും നിയമം 2017. കുറേ മാറ്റങ്ങളോടുകൂടിയാണ് ഈ നിയമം വരുന്നത്. ഇങ്ങനെ 2017 ഒരു മാറ്റം വന്നപ്പോൾ സെക്ഷൻ 5 പ്രകാരം രൂപീകൃതമാകുന്ന അതോറിറ്റിയുടെ ഘടനയിൽ ഒരു വ്യത്യാസം വന്നു. പണ്ടുണ്ടായിരുന്ന ഘടന മാറി പുതിയൊരു ഘടനയിലേക്ക് വരുന്നു. അതായത് ചെയർമാൻ ആര് തന്നെ ആയിരിക്കണം? പരിസ്ഥിതി വകുപ്പ് മന്ത്രിയോ വനം വകുപ്പ് മന്ത്രിയോ ആയിരിക്കണം. അതിൽ മെയിനായിട്ട് പറയുന്ന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. പരിസ്ഥിതി വകുപ്പ് മന്ത്രി എന്നാണ് ചോദ്യം വരുന്നത്. നിങ്ങളതാണ് പഠിക്കേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി. ആ വ്യവസ്ഥയ്ക്കകത്ത് അത് പറയുന്നതേ ഉള്ളൂ. പരിസ്ഥിതി വകുപ്പ് രൂപീകരിച്ച് ആ മന്ത്രി തന്നെ എന്ത് ചെയ്യണം? ചെയർപേഴ്സൺ ആയിരിക്കണം. നിലവിലെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാണ്? മുഖ്യമന്ത്രിയാണ് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പിണറായി വിജയനാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഈ പറയുന്ന 2017-ലെ അമെൻമെൻറ്റ് പ്രകാരമാണ് ഘടനയിൽ വ്യത്യാസം വന്നത്. അത് ചെയർപേഴ്സൺ ആരായി? പരിസ്ഥിതി വകുപ്പ് മന്ത്രി ചെയർപേഴ്സണായി. രണ്ടാമത്തെ ആൾ വൈസ് ചെയർപേഴ്സണായി വന്നത് ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി എന്താവുന്നു? വൈസ് ചെയർപേഴ്സണായി വരുന്നു. മറ്റൊന്ന് മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും പരിസ്ഥിതി ചേഞ്ചിൻ്റെയും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ഡയറക്ടർ പദവിയിലിരിക്കുന്ന, ആ വകുപ്പിൻ്റെ ഡയറക്ടർ പദവിയിലിരിക്കുന്ന വ്യക്തി എന്താവുന്നു? മെമ്പർ സെക്രട്ടറി ആവുന്നു. ഈ ഘടന പഠിച്ചു വയ്ക്കുക. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരും.
ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കുക, ഈ പറയുന്ന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്നു. അത് മുഖ്യമന്ത്രി എന്നുള്ളതായിരുന്നു ആ പദവി. ആ പദവിയാണ് ഇപ്പോൾ മാറ്റി എന്തായത്? പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായത്. അത് ഏത് ഭേദഗതി? 2017 ഭേദഗതി. വൈസ് ചെയർമാൻ ഉണ്ട്, അയാൾ ആരാണ്? ചീഫ് സെക്രട്ടറി ആണ്. പിന്നെ വരുന്ന ഡയറക്ടർ ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മെമ്പർ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, ലക്ഷ്യങ്ങൾ പഠിക്കുക. ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദ്യം വരാം. ഒന്ന്, കേരളത്തിലെ പ്രധാന തണ്ണീർത്തടങ്ങളുടെ ജൈവവൈവിധ്യവും പരിസ്ഥിതിയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. കോമൺ ആണ് പോയിന്റുകളെല്ലാം. തണ്ണീർത്തടങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്ന പ്രവൃത്തികൾ നിയന്ത്രിക്കുകയും തടയുകയും ചെയ്യുക. അത് നികത്തൽ ഉൾപ്പെടെയുള്ള നടപടികളാണ് അങ്ങനെ പറയുന്നത്. സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതി അല്ലെങ്കിൽ പോളിസി രൂപരേഖ തയ്യാറാക്കുക. അത് തണ്ണീർത്തടങ്ങളുടെ വികസനത്തിന് വേണ്ടിയുള്ള രൂപരേഖ. പരിസ്ഥിതി ആഘാത പഠനങ്ങൾ നടത്തുക, അതിനായിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തുക. തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടത്തുന്നതിന് വേണ്ട മേൽനോട്ടം വഹിക്കുക. തണ്ണീർത്തടങ്ങളുടെ വികസനത്തിനായി ദേശീയ കാര്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക. അത് ദേശീയ കേന്ദ്ര നിയമങ്ങളുണ്ടായിരിക്കും, ആ നിയമങ്ങളും കൂടി എന്ത് ചെയ്യുക? ഉൾപ്പെടുത്തുക. ജലഗുണനിലവാരം ഉറപ്പാക്കുക, തണ്ണീർത്തട പരിസ്ഥിതി ശോഷണം തടയുക. അത് ഓർമ്മിച്ചോളണേ. ജലഗുണനിലവാരം ഉറപ്പാക്കുക, അതുപോലെ തണ്ണീർത്തട പരിസ്ഥിതി ശോഷണം തടയുക. ഗുണനിലവാരം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ തണ്ണീർത്തടങ്ങൾ നികത്തുന്നതിലൂടെ നമ്മൾ പറഞ്ഞു തണ്ണീർത്തടങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഏത്? ജലത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക എന്ന് പറയുന്നത്. അതുപോലെ പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന് പറയുന്നതും അതിൻ്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഭാഗമായി ചെയ്യുക. മറ്റൊന്ന്, പുതിയ തണ്ണീർത്തടങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നതിനായി സർക്കാരിനെ സഹായിക്കുക. അതായത് മറ്റേതെങ്കിലും പുതിയതായിട്ട് തണ്ണീർത്തടങ്ങൾ രൂപപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള നശീകരണ പ്രവർത്തനങ്ങൾ സാധ്യത ഉണ്ടെന്നൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള കാര്യങ്ങൾ നോട്ടിഫൈ ചെയ്യേണ്ടതും ഇവരുടെ ഉത്തരവാദിത്തമാണ്. മറ്റൊന്ന്, തണ്ണീർത്തടങ്ങളുടെ അതിർത്തി, വൃഷ്ടിപ്രദേശം എന്നിവ സംബന്ധിച്ച് തർക്കം പരിഹരിക്കുക. അതായത് ഏത് മേഖലയിലാണ് അല്ലെങ്കിൽ ഏത് പഞ്ചായത്ത് പ്രദേശം എന്നുള്ളൊരു പരിഗണന വരുമല്ലോ. ഓരോന്നിൻ്റെയും സംരക്ഷണ അധികാരം ഓരോ അതോറിറ്റിക്കാണല്ലോ കൊടുത്തിരിക്കുക. അപ്പോൾ അത്തരത്തിൽ അത് ഏത് അതിർത്തിക്കുള്ളിലാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങളും അതുപോലെ വൃഷ്ടിപ്രദേശം ഈ മഴയുമായി ബന്ധപ്പെട്ടാണ്. ആ പ്രദേശം ഏതാണെന്നുള്ളതൊക്കെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ബാധ്യത ഈ പറയുന്ന അതോറിറ്റിക്കുണ്ട്. മറ്റൊന്ന്, തണ്ണീർത്തട പരിപാലനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക. അത് ടെക്നിക്കലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതെന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യുക. ഓക്കെ, അതാണ് അതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇനി പ്രവർത്തനം എന്താ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തടങ്ങളുടെയും മാപ്പ് തയ്യാറാക്കി വരുന്നു. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് സോയിൽ മാപ്പിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട മാപ്പ് തയ്യാറാക്കുന്നത് ആരാണ്? ഈ പറയുന്ന പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. ഓക്കെ, സോയിൽ മാപ്പിംഗ് അല്ല, തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട മാപ്പ് തയ്യാറാക്കുക എന്നുള്ളത് ഇവരുടെ ജോലിയാണ്. സോയിൽ മാപ്പിംഗ് ഇതിനകത്തല്ല വരുന്നത്, അത് വേറെയാണ് കേട്ടോ. അപ്പോൾ തണ്ണീർത്തടങ്ങളുടെയും മാപ്പ് തയ്യാറാക്കുക എന്നുള്ള ജോലി ഇവരുടെ ജോലിയാണ് ഒന്ന്. മറ്റൊന്ന്, കേരളത്തിലെ റംസാർ തണ്ണീർത്തടങ്ങളുടെ സമഗ്രമായ മാനേജ്മെൻറ്റ് ആക്ഷൻ പദ്ധതി കേന്ദ്ര സഹായത്തിനായി സമർപ്പിച്ചിട്ടുണ്ട്. ആയതിൻ്റെ സാമ്പത്തിക സഹായം ലഭ്യമാക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ഉറപ്പ് നൽകലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യണം. അതായത് ഇവിടെ പറയുന്നത് കേരളത്തിലെ റംസാർ തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. ഏതൊക്കെ? വേമ്പനാട് കായൽ, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ. ഈ 3 കായലുകളാണ് റംസാർ സൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ സമഗ്ര വികസന പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. ആ വികസന പദ്ധതിക്ക് വേണ്ട സാമ്പത്തിക സഹായം ലഭ്യമാക്കുക എന്നുള്ളതും ആരുടെ ജോലിയാണ്? കേന്ദ്ര സാമ്പത്തിക സഹായം ലഭ്യമാക്കുക എന്നുള്ളത് തണ്ണീർത്തട അതോറിറ്റിയുടെ ജോലിയാണ്. മറ്റൊന്ന്, മൂന്നാമത്തെ ഒരു ജോലിയായിട്ട് പറയുന്നത് മൺട്രോ തുരുത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വിലയിരുത്തി അവ പരിഹരിക്കുന്ന തരത്തിൽ ഒരു കർമ്മ പദ്ധതി ഈ വർഷത്തിൽ തന്നെ തുടങ്ങുന്നതായിരിക്കും. അത് ഈ പറയുന്ന പ്രധാനപ്പെട്ട 3 പ്രവർത്തനങ്ങളായിട്ട് തണ്ണീർത്തട അതോറിറ്റി രൂപീകൃതമാകുമ്പോൾ നിർദ്ദേശിച്ച 3 പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രകാരം നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗത്തുള്ളതാണ്. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അതായത് എല്ലാ ലക്ഷ്യങ്ങളെയും പറ്റി, പൊതുവായ ലക്ഷ്യങ്ങളെ പറ്റി പറയുന്ന ഇതിനകത്താണ്. ഇത് ഒരു പ്രത്യേക വർഷം അവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച കാര്യങ്ങളാണ് ഇത് 3. ഇതൊന്ന് ഓർമ്മിച്ച് വയ്ക്കണം. ചിലപ്പോൾ ഇതിലേതെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഓക്കെ, ഒന്ന് തണ്ണീർത്തടങ്ങളുടെ മാപ്പിംഗ് തയ്യാറാക്കുക. മറ്റൊന്ന്, റംസാർ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷൻ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് കേന്ദ്ര സഹായം ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ കൊണ്ടുവരിക. മറ്റൊന്ന്, മൺട്രോ തുരുത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു നിർത്താനുള്ളത്. അപ്പോൾ തണ്ണീർത്തട സംരക്ഷണ നിയമവും അതുപോലെ തണ്ണീർത്തട അതോറിറ്റിയുമാണ് പറഞ്ഞത്. രണ്ടിൻ്റെയും ഘടനയും അതുമായി ബന്ധപ്പെട്ട മറ്റ് പോയിന്റുകളും കൃത്യമായിട്ട് നോക്കി പോവുക. താങ്ക് യു.